ഫ്രണ്ട്സ്, നമുക്കൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടാക്കുന്നുണ്ട്, ബ്രൗൺ കളർ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ശർക്കര ഉരുക്കിയത് വേണം, പച്ചരി വേണം, തേങ്ങ വേണം, പിന്നെ തേങ്ങ വെള്ളം വേണം. അപ്പോൾ പച്ചരി തേങ്ങ വെള്ളത്തിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. അതിനകത്ത് ആദ്യമേ നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ചരി വെള്ളം ചേർത്ത് ഒരു കുറുക്കി നമ്മളത് മാറ്റി വെക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരല്പം പച്ചരി അരച്ചതെടുത്തിട്ട് വെള്ളം ചേർത്ത് കുറുക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബ്രൗൺ കളറിൽ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയില്ലേ, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലെയും അരച്ചെടുത്തു, ബ്രൗൺ കളറിലെയും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഈസ്റ്റ് ഈ ഒരു അളവിൽ രണ്ടിനും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, എല്ലാ കടയിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ 2 വൈറ്റിലും ബ്രൗണിലും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പച്ചരി കുറുക്കി വെച്ചില്ലേ, അത് രണ്ടിലും പകുതി വീതം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. രണ്ടിലും നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഒരു മുറി വൈറ്റിനും ഒരു മുറി ബ്രൗണിനും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും മിക്സിയിലിട്ട് ഒരു കറക്കി ഒതുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഒരു മുറി വൈറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മുറി ബ്രൗണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ബ്രൗണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി വൈറ്റിലേക്ക് നമുക്ക് മധുരം വേണ്ടേ. മധുരത്തിന് വേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും ഒരല്പം ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതിങ്ങനെ പൊന്തി വരും. ഈസ്റ്റൊക്കെ ചേർത്തില്ല, അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പൊന്തി വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പൊന്തി വന്ന് കിട്ടിയിട്ടുണ്ട്, 2 മണിക്കൂറായി. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. ഒന്ന് നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് ചെയ്യുന്നത്, ഒന്നൊരു പാൻ വെച്ചിട്ട് ഒരു തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ സ്റ്റീൽ പാത്രം വെച്ചിട്ടാണ് നമ്മൾ വേറൊരെണ്ണം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ കിട്ടുമല്ലോ. അപ്പോൾ വൈറ്റും നമ്മൾ ഒഴിക്കുന്നുണ്ട്, ബ്രൗണും ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊന്തിയൊക്കെ വരും. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കുമ്പോൾ ക്രിസ്മസൊക്കെ വരുമല്ലേ, അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം ഇതുണ്ടാക്കി നമുക്ക് ചായയുടെ ഒപ്പോ വൈൻ്റെ ഒപ്പോ കഴിക്കാം. നമ്മളിപ്പോൾ ഇത് ഇവിടെ വൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വൈൻ്റെ ഒപ്പമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഞാനിത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് കാണിച്ചില്ല എന്ന്. അപ്പോൾ പരാതി തീർക്കാൻ ഞാനപ്പോൾ ഇത്തവണ കഴിച്ചും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുന്നതാണ്. ഞാൻ തിന്ന് നോക്കിയില്ല എന്ന് കമൻറ്റ് കണ്ടിരുന്നു. ഞാൻ തിന്നാല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുള്ളൂ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തിന്ന് കാണിക്കാൻ പോവാണ്. നോക്കാം. അങ്ങനെ കാണില്ല എങ്ങനെയുണ്ട്. കാണില്ല എങ്ങനെയുണ്ട്. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വൈൻ ഉണ്ടാക്കിയ വീഡിയോയിൽ വൈൻ കുടിക്കുന്നത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അച്ഛൻ കുടിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യണം. അച്ഛൻ്റെ എക്സ്പ്രഷനിൽ തന്നെ അറിയാതെ എങ്ങനെ ഇടുന്നത് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. അതുവരെ ബൈ.